അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തഹജ്ജുദ് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നാം ഏവർക്കും അറിയാം. നമ്മൾ ഒരുപാട് കേട്ട ഒരു കാര്യമാണ് തഹജ്ജുദ്. നമസ്കരിച്ച് പ്രാർത്ഥിച്ചാൽ പിന്നെ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ വിരാമമാണ്. പക്ഷേ അത് പൂവണിയുന്നതായിട്ട് നമുക്കത് മുന്നിൽ കാണാനായിട്ട് പറ്റും. അള്ളാഹു കാണിച്ചു തരും. എന്നാൽ ഞാൻ നമസ്കരിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അന്നത്തെ ആ ഒരു ദിവസം നമുക്ക് ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഒന്നും കാണില്ല, അല്ലെങ്കിൽ ഓരോ ചിന്തകൾ വന്ന് മനസ്സിനെ പുതിയലാണ് പതിവ്. പക്ഷേ അന്നത്തെ ദിവസം വളരെ സന്തോഷം നിറഞ്ഞതാണ്. അത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. രണ്ട്, നമ്മൾ വിചാരിക്കുന്ന വളരെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ കൺമുമ്പിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. മൂന്ന്, നമുക്ക് ഗുണം ചെയ്യുന്ന പാസ്റ്റിൽ നമ്മൾ ആഗ്രഹിച്ച ഓരോ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നതായി കാണാൻ നമുക്ക് സാധിക്കും. അതായത് ഇപ്പോൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്കത് ആ ടൈമിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളിത് നമസ്കരിച്ചതിന് ശേഷം നമ്മൾ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല, നമ്മൾ ആഗ്രഹിച്ചിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ തഹജ്ജുദിൻ്റെ പവറാണ്. മുഖം പ്രകാശം പൂർണ്ണമായി ഈമാൻ്റെ വെളിച്ചമൊക്കെ ഇല്ലേ, അത് മുഖത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തഹജ്ജുദ് നമസ്കരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമുക്ക് നമസ്കരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ.